ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് കാറിനെ കുറിച്ച് ബേസിക്കായി അറിയേണ്ട ഒരു സേഫ്റ്റി പ്രിക്കോഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാലോ, ഒരു നോർമൽ പെട്രോൾ എഞ്ചിൻ കാറിനെ പോലെയോ ഡീസൽ എഞ്ചിൻ കാറിനെ പോലെയോ അല്ല ഒരു EV കാർ. എഞ്ചിൻ ബോണറ്റ് തുറന്നാൽ എവിടെ ടച്ച് ചെയ്യണം, എങ്ങനെ ടച്ച് ചെയ്യണമെന്ന് ആർക്കും വലിയ പിടിയില്ല. മാത്രമല്ല, അറിയാതെ എവിടെയെങ്കിലും ടച്ച് ചെയ്താലോ ഒരുവിധം നല്ല ഷോക്ക് നമുക്ക് കിട്ടും. അത് നമ്മുടെ ഡെത്തിലേക്ക് വരെ നയിച്ചേക്കാം. അത് ഒഴിവാക്കാൻ ആദ്യം ചെയ്യേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ EV കാറാണ്. എന്ത് സർവീസ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഓക്സിലറി ബാറ്ററി, അതായത് സാധാരണ ബാറ്ററി ഉണ്ടല്ലോ കാറിൻ്റെ, ഓക്സിലറി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനുശേഷം എൻജിൻ റൂം ഫ്യൂസ് ബോക്സിലെ ഈ ബാറ്ററിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ഫ്യൂസ് ബോക്സിലെ മുകളിൽ നിന്നും 9th റോ ഫ്യൂസ് റിമൂവ് ചെയ്യണം. ഈ ഫ്യൂസ് തിരിച്ചറിയാൻ എളുപ്പമാണ്. മാത്രമല്ല, ഈ ഫ്യൂസിനോട് കൂടി ഒരു യെല്ലോ ടാഗ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ പേര് BMS ഫ്യൂസ് എന്നാണ് ഫ്യൂസ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ വിടിച്ചതിനു ശേഷം, അതായത് റിമൂവ് ചെയ്യുന്നതിന് ശേഷം, പിന്നീടാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രീൻ ബ്ലാക്ക് കളറിലുള്ള സർവീസ് ഡിസ്കണക്ട് കപ്പർ റിലീസ് ചെയ്യണം. ഇത്രയും ചെയ്തതിനു ശേഷം മാത്രമേ EV കാറുകളിൽ സർവീസ് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വെഹിക്കിളിനും പ്രോബ്ലമാണ്, ചെയ്യുന്ന ആളിനും പ്രോബ്ലമാണ്.